അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. വലിയ ആൾ കുടുങ്ങിയ സ്ഥല ഇബ്നു സഖാ വലിയ ആലിമായിരുന്നു. അയാൾ കുടുങ്ങിയ സ്ഥലത് അല്ലേ? ഇബ്നു തൈമിയ കുടുങ്ങിയ സ്ഥല വലിയ ഫഖീഹായിരുന്നു അയാൾ. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ കേരളത്തിലുമുണ്ട് അങ്ങനെ മരണനേരത്തും വലിയ അസുഖങ്ങൾ വന്നും പെട്ടുപോയ ആളുകൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് തൊയ്യിൽ ഉസ്താദും പറഞ്ഞു, കുറ്റിപ്പുറത്തുള്ള ഒരു ഫഖീഹ് അതിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. എന്താ കാട്ടുവളപ്പിൽ നോക്കാതെ കുറ്റിപ്പുറത്തുള്ള ഒരു ഫഖീഹ് മാത്രമേ രോഗിയായിട്ട് വഫാത്തായിട്ടുള്ളൂ? എത്ര വലിയ വലിയ മഹാന്മാർ രോഗശയ്യയിലായിരിക്കെ വഫാത്തായിട്ടുണ്ട്. വലിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് എത്ര വലിയ മഹാന്മാര് വഫാത്തായി പോയിട്ടുണ്ട്. അപ്പൊ കുറ്റിപ്പുറത്തെ ഫഖീഹ് ഈ നിലയ്ക്ക് രോഗം പിടിപെട്ട് വഫാത്തായതാണ്. അത് ഇബ്നു സക്കയെ പോലെയാണ്, ഇബ്നു തൈമിയെ പോലെയാണ്, അവർക്ക് പിടിപെട്ടത് ഇബിനും പിടിപെട്ടതാണ് എന്ന് വെക്കുകയാണെങ്കിൽ എണ്ണിക്ക ചങ്ങായി എത്ര വലിയ മഹാന്മാർ എണ്ണാണ്ട്. അവരൊക്കെ വഫാത്താകുന്ന സമയത്ത് പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ട് വഫാത്തായവരുണ്ട്. നാവിന് ക്യാൻസർ ബാധിച്ച് വഫാത്തായവരുണ്ട്. ഓരോരുത്തരും എണ്ണയാണെങ്കിൽ ഇവരൊക്കെ ഇബ്നു സക്കയെ പോലെ സംഭവിച്ചതാ? ഇവർക്കൊക്കെ ഇബ്നു തൈമിയെ പോലെ സംഭവിച്ചതാ? എന്താ ഒരു കുറ്റിപ്പുറം ഫഖീഹിനെ മാത്രം ഇതിൽ പെടുത്തണിച്ച്? എന്തേ ബാക്കിയുള്ളവരെ പെടുത്തണ്ടേ? എത്ര വലിയ മഹാന്മാരായ ആളുകൾ അങ്ങനെ വഫാത്തായിട്ടുണ്ട്. അല്ലെങ്കിലും ചങ്ങായി ഈ അസുഖങ്ങൾ ഉണ്ടാവുക, ആ അസുഖങ്ങളിൽ വഫാത്താവുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഓരോ പരീക്ഷണങ്ങളല്ലേ? ഇവരുടെ ദറജ ഉയരാനുള്ള കാരണമായിരിക്കും ചിലപ്പോൾ അത്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, അസദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മ സ്വാലിഹൂൻ സുമ്മ ലംസലു ഫല്ലംസൽ യുബ്തല റജുലു അലാ ഹസബി ദീനിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക അമ്പിയാക്കൾക്കാണ്, പിന്നെ സ്വാലിഹീങ്ങൾക്കാണ്, പിന്നെ അതിനോട് അടുത്ത ആളുകൾ. ഒരു മനുഷ്യനെ അവന്റെ ദീൻ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അല്ലാഹു തആല അവനെ പരീക്ഷിക്കുന്ന. അത് ചിലപ്പം വഫാത്താകുന്ന സമയത്ത് രോഗം നൽകിയിട്ടായിരിക്കും. ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ വഫാത്താകുമ്പോൾ മഹാനവർകൾക്ക് രോഗമുണ്ടായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് വഫാത്താകുമ്പോ എന്ത് രോഗം പിടിപെട്ട മഹാനവർകൾ വഫാത്തായത്? ബഹുമാനപ്പെട്ട ഈ കാസ മുസ്ലിയാർ വഫാത്തായത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ലേ? അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ലേ വഹാബി കത്തെഴുതിയത്, അസ്ലിം തസ്ലം എന്ന് പറഞ്ഞിട്ട്? അന്ന് മഹാനവർകൾ വലിയൊരു രോഗം പിടിപെട്ടുകൊണ്ടല്ലേ വഫാത്തായത്? ഇവരൊക്കെ ഇബ്നു സക്കയെ പോലെ സംഭവിച്ചതാണോ? എന്താണ് കാട്ടുവളപ്പിൽ നൗഷാദേജി പറഞ്ഞത്? നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മരണ നേരം എന്ന് പറഞ്ഞാൽ മരണത്തോടടുത്ത സമയങ്ങൾ, അദ്ദേഹം അവസാനത്തെ രോഗിയായി കിടന്ന അവസരങ്ങൾ, ആ ദിവസം, അതിന് മുമ്പുള്ള ദിവസവും, ആ സമയമൊക്കെ അദ്ദേഹം നേരിട്ട് അനുഭവിച്ച ആ ഒരു വലിയ സംഭവം നേരിട്ട് സാക്ഷിയായവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ അവിടുന്ന് വെറും ഒരു ഫഖീഹ് മാത്രമായിരുന്നില്ല, വലിയ മഹാനായിരുന്നു. അവരെ സംബന്ധിച്ചാണ് കാട്ടുവളപ്പിൽ നൗഷാദി പച്ചക്കള്ളം പറയുന്നത്. ഇവനോട് അതിന് ദൃക്സാക്ഷിയായ ആള് പറഞ്ഞതാണെന്നാ പറഞ്ഞത്. ആരാണ് ആള് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തേ അത് വ്യക്തമാക്കാത്തത്? അവിടെ മഹാനവർകൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ 4 ആൺമക്കളും 3 മരുമക്കളും അവിടുത്തെ അളിയനും അതോടൊപ്പം പേരമക്കളുമാണ് ഉണ്ടായിരുന്നത്. അവർ ബുർദബേത്ത് ചൊല്ലി യാസീനൊക്കെ ഓതി. അതിനിടയിലാണ് മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ കലിമ ഉച്ചരിച്ചുകൊണ്ട് വഫാത്താകുന്നത്. അവരുടെ സ്മരണികയിൽ അവരെ പരിശോധിച്ചിരുന്ന ഡോക്ടർ തന്നെ, മുജീബ് ഡോക്ടർ, ആ വിഷയം എഴുതിയിട്ടുണ്ട്. കലിമ ചൊല്ലി മരിച്ച ആ സംഭവമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ആ സ്മരണികയിൽ മഹാനവർകളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. ഏതായിരുന്നാലും അന്ന് അവിടെ ഹാജരായിരുന്ന, ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ, ഈ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരാരും തന്നെ ഇങ്ങനെ റബ്ബർ പന്ത് ചാടിക്കളിക്കുന്നത് പോലെ ചാടിക്കളിച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത് എന്ന് അവരാരും കണ്ടിട്ടില്ല. പിന്നെ ആരാണ് നൗഷാദിന് ഇത് പറഞ്ഞു കൊടുത്തത്, അതാരാണ് എന്ന് അവൻ വ്യക്തമാക്കുന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് മെശായിഖന്മാരെ നിർദ്ദേശം കിട്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറയാറുണ്ടല്ലോ, അത് ചിലപ്പോ വല്ല ശൈത്താന്മാരും നിർദ്ദേശം കൊടുത്തതായിരിക്കും. ഏതെങ്കിലും ശൈത്താന്മാർ ഇവന് നിർദ്ദേശം കൊടുത്തതായിരിക്കും. അല്ലാതെ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളും ഇവനോട് ആ വിഷയം അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഇവൻ തെളിയിക്കട്ടെന്നാൽ. ആരാണ് ആ പറഞ്ഞു കൊടുത്തത് എന്ന് പറയട്ടെ. അത് പറഞ്ഞില്ല, അതൊരു അഹ്സനിയാണ് എന്ന് പോൻ പറയുന്നുണ്ട്. മഹാനവർകൾ വഫാത്താകുന്ന സമയത്ത് ഇവരുടെ കുടുംബത്തിൽ ഒരു അഹ്സനി പോലും ഇല്ല. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആ കുടുംബത്തിൽ അഹ്സനിമാരുണ്ടായത് തന്നെ. അതൊക്കെ ആ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ വഫാത്താകുന്ന സമയത്ത് ഒരു അഹ്സനിയാണ് ഇതൊക്കെ അനുഭവിച്ചത്, ആ അഹ്സനിയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പച്ചക്കള്ളല്ലേ ഈ പറയുന്നത്? നിങ്ങളുടെ വീട്ടുകാർ വരെ മൂപ്പർ എങ്ങനെ മനസ്സിലാക്കിയിരുന്നതിലുണ്ട്. അത് പറഞ്ഞ വ്യക്തിയുടെ വീട്ടുകാർ തന്നെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് അയാളെ സ്മരണികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ തട്ടൊന്നും ആദ്യം കാണിക്കും. അതുകൊണ്ടെങ്കിൽ കാലത്തിന്റെ കണ്ണാടി മർഹൂം കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ സ്മരണികയാണ്. അദ്ദേഹത്തിന്റെ അവസാന സമയങ്ങൾ അതിൽ എഴുതുന്നുണ്ട്. അതിന്റെ 36, 37 പേജ്, 37, 38 പേജ് എല്ലാം കൂടി വായിക്കാൻ സമയമില്ല. 38ാമത്തെ പേജ് ഒന്ന് കാണിച്ചു കൊടുത്തു. 37ഉം 38ഉം അതിൽ കാണാം. ആ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ
സംഭവം പറയാണ്, ഞാൻ വായിക്കട്ടോ. സങ്കീർണമായ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും അവ മനക്കരുത്തോടെ നേരിടുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സവിശേഷ പ്രകൃതമായിരുന്നു. ആരെ? ഈ പറഞ്ഞ ആളുടെ, ഫത്തീഹിന്റെ. മാരകമായ ക്യാൻസർ പിടിപെട്ട് ശക്തമായ വേദനയുമായി കഴിയുമ്പോഴും അദ്ദേഹം ക്ഷമ കൈവെടിഞ്ഞില്ല. അതായത് വായക്ക് ക്യാൻസർ വന്നു പോയതാണ്. ആ സമയത്തും അദ്ദേഹം ക്ഷമ വന്നില്ല. അതിനർത്ഥം മാരകമായ രോഗം പിടിപെട്ടിട്ടും മഹാനവർകൾ ക്ഷമ കൈവെടിഞ്ഞില്ല എന്നാട്ടുള്ളത്. നൗഷാദ തന്നെയാണ് വായിച്ചത്. പക്ഷെ പിന്നെ ഓന്റെ വക ഒരു അർത്ഥം വെക്കല്, ക്ഷമ വന്നില്ല എന്ന്. ക്ഷമ കൈവെടിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ വന്നില്ല എന്ന് അതിന്റെ അർത്ഥം. അതവിടെ ചെറിയൊരു തിരിമറി നടത്താൻ ശ്രമിക്കുകയാണ്. ഏതായിരുന്നാലും ഇത് എഴുതിയത് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. മഹാനവർകള് ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾക്കെതിരെ സധൈര്യം ഉറച്ചു നിൽക്കുകയും മനക്കരുത്തോടു കൂടി അതിനെ നേരിടുകയും ചെയ്യുക എന്നത് മഹാനവറുകളുടെ സവിശേഷ പ്രകൃതമായിരുന്നു എന്നാണ്. എന്നിട്ട് അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ രോഗമായി കിടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു സംഭവം അതിൽ വിശദീകരിക്കുക. എന്തിനാ പറഞ്ഞത്? ആ സമയത്ത് പോലും ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് നേരത്തെ എന്താണോ പറഞ്ഞിരുന്നത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതിനെ നേരിടുകയായിരുന്നു മഹാനവർകൾ ചെയ്തത് എന്നതിനൊരു ഉദാഹരണ പറഞ്ഞത്. എന്നിട്ട് അതിനെ കോട്ടി മാറ്റി കുടുംബക്കാർ തന്നെ മൂപ്പരെ പറ്റി മനസ്സിലാക്കിയത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വളച്ചൊടിക്കാനുള്ള ശ്രമ കാട്ടുവളപ്പിൽ നൗഷാദ് നടത്തുന്നത്. ബാക്കിയുള്ളവങ്ങളൊന്ന് കേട്ടു നോക്കൂ. അടുത്ത പേജിനെ ബാക്കി വായിക്കും. 38-ാമത്തെ പേജ്. ജീവിതത്തിൽ ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയെ അത്ഭുത സിദ്ധികളുടെ പേരിൽ ജനങ്ങൾ മഹാത്മാവായി വാഴ്ത്തിയാലും കുറ്റിപ്പുറം ഉസ്താദ് അംഗീകരിച്ചിരുന്നില്ല. ഒരു ദിവസം തന്റെ വായയിലെ മാരക മുറിവിൽ നിന്നുണ്ടായ വേദന കാരണം മഹാനവറുകൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പ്രയാസം തോന്നിയ വീട്ടുകാർ ഈ ഗണത്തിൽപ്പെട്ട ഒരു ശൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓതി അധിക ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ? വായയിൽ ക്യാൻസർ വന്നിട്ട് കിടന്ന് പെടഞ്ഞ് ബുദ്ധിമുട്ടുമ്പോ വീട്ടുകാർ പറയാണെന്ത്? നിങ്ങൾ പലരെയും എതിർത്തിട്ടില്ല, അയാൾ ഒരാളെ പേര് പറഞ്ഞിട്ട് ആ ആളെ പേരിൽ ഒന്ന് ഫാത്തിഹ ഓതി നോക്കൂ. ഒരാളെ പേരും ഇതിൽ എടുത്തു പറഞ്ഞിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് അയാളിൽ നിന്ന് വല്ല അത്ഭുതങ്ങൾ ഉണ്ടായത് കണ്ട് ആളുകൾ മഹാത്മാവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് മഹാനവർകൾ അനുവദിച്ചിരുന്നില്ല, അതിനോട് യോജിപ്പ് കാണിച്ചിരുന്നില്ല. അതിനല്ല വേണ്ടത്. ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിൽ നിന്ന് അത്ഭുതം ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് അയാളെ മഹാത്മാവായിട്ട് ഗണിക്കാൻ പറ്റുമോ? അത് മഹാനവർകൾ അനുവദിച്ചിരുന്നില്ല, അതിനോട് യോജിച്ചിരുന്നില്ല. അങ്ങനെ മഹാനവർകൾക്ക് നാവിന് ക്യാൻസറായി വേദന അനുഭവപ്പെട്ട സമയത്ത് ഈ ഗണത്തിൽപ്പെട്ട ആളുകളെ, ഈ ഗണത്തിൽ നടന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏത് ഗണം? ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളെ, അങ്ങനത്തെ ആളുടെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ മഹാനവർകൾ അത് ഓതിയില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർത്തു. എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരെ മഹാനവർകൾ ചോദിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തിനാണ് ഈ സംഭവം ഇവിടെ കൊണ്ടുവന്നത്? അത്ര ഈ ഒരു അവസരത്തിൽ പോലും മഹാനവർകൾ നേരത്തെ ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ എതിർത്തിരുന്നു. അവർ വലിയ മഹാത്മാക്കളാണ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നതിനെ എതിർത്തിരുന്നു. ഇതിൽ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആരാണെങ്കിലും അവരെ എതിർത്തിരുന്നു എന്നാണ്. അപ്പൊ ഇത്തരം സങ്കീർണ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ മനക്കരുത്തോടു കൂടെ മഹാനവർകൾ നേരിടുകയാണ്. അതിനുള്ള ഒരു ഉദാഹരണം അവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ. എന്നിട്ട് കുടുംബക്കാർ തന്നെ ഇതൊക്കെ മനസ്സിലാക്കി മഹാനവർകളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിനി. ഇത് എന്തിനാ കുടുംബക്കാർ കൊണ്ടുവന്നെ? അത്രയും കർശനായിരുന്നു മഹാനവർകൾ. ഏത് സങ്കീർണ പ്രശ്നം വന്നാലും ആദർശവും അവിടെ നിന്ന് ഇവിടെ കാണിച്ചു തന്ന പാതയും അത് വെടിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രശ്നവുമില്ല, അത് വെടിഞ്ഞുകൊണ്ടുള്ള യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതല്ലേ മഹാനവർകൾ അവിടെ പറഞ്ഞത്? എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനാണോ നിങ്ങൾ വരുന്നതെന്ന് ഇങ്ങനെ മഹാനവർകൾ പറഞ്ഞു. അതാണ് അവിടെ പറഞ്ഞത്. ഞാൻ കേട്ടു നിങ്ങൾ. ഇത് കേട്ടപ്പോൾ തന്റെ എല്ലാ വേദനകളും മറന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്റെ ഈമാൻ തെറ്റിക്കാനാണോ ശ്രമിക്കുന്നത്? എത്ര വലിയ മഹാന്മാരും ഔലിയാക്കളും ആയിരുന്നു സ്വഹാബക്കളും മദ്ഹബിന്റെ ഇമാമിങ്ങളും എല്ലാം. അവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേക അവസ്ഥ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അതും ഭൗതിക കാര്യങ്ങളിലൊന്നുമില്ല, വെറും ദീനി കാര്യങ്ങളിൽ മാത്രം. എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മഹാനവറുകൾ ഗർജിച്ചു. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മനസ്സിലായത്? മൂപ്പരെല്ലാ ഔലിയാക്കളും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി കൂടെ ആരെ പറ്റിയാ പറഞ്ഞതെന്ന്. ദുന്യാവിന്റെ കാര്യത്തിലൊന്നും ഒരു അവസ്ഥ മാറ്റം കേട്ടോ. തിന്നല് നടക്കുന്നുണ്ട്, കുടിച്ചല് നടക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതേ സമയത്ത് ദീനിന്റെ കാര്യത്തിൽ മാത്രം ഒരു അവസ്ഥ മാറ്റം. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച മഹാനവർകൾ എതിർത്തത്. അപ്പോഴാണ് അങ്ങനത്തെ ആളെ എതിർത്തിരുന്ന അങ്ങനത്തെ ഒരാളെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോഴാ മഹാനവർകൾ പറഞ്ഞത്. സ്വഹാബികള് മദ്ഹബിന്റെ ഇമാമുമാരെ അവർക്ക് ഇവിടെ ജീവിച്ചു പോയിട്ടില്ലേ? അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ ദുന്യാവിന്റെ കാര്യം അതിലൊന്നും ആരും മാറ്റില്ല. ഏതിന് മാത്രം? ദീനിന്റെ കാര്യത്തിൽ മാത്രം ഒരു അവസ്ഥ മാറ്റം. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഈമാൻ നഷ്ടപ്പെടുത്താൻ നോക്കണ്ട എന്ന് മഹാനവർകൾ പറയാണ്. എന്നിട്ട് ഇത് വായിച്ചിട്ട് നൗഷാദ് ചോദിച്ചിട്ടില്ലേ എന്താണ് അവസ്ഥ, എങ്ങനെയുണ്ട്, എന്താ പതിയെന്ന് മനസ്സിലായത് എന്ന്. എന്നിട്ട് ഓന്റെ മകനെ ഔലിയാക്കളെ മുഴുവൻ എതിർക്കുകയാണ്. ഇതിലെവിടെ മഹാനവർകൾ ഔലിയാക്കളെ എതിർത്തു എന്നുള്ളത്? ഇത് വായിക്കുമ്പോ തന്നെ പറഞ്ഞത് എന്താണ്? ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളെ ആരെങ്കിലും അത്ഭുതം കാണിക്കുന്നത് കണ്ടിട്ട് മഹാത്മാവായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് മഹാനവർകൾ യോജിച്ചിരുന്നില്ല എന്നാ പറഞ്ഞത്. ആ ഗണത്തിൽപ്പെട്ട ആളുകളുടെ പേരിൽ ഫാത്തിഹ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് മഹാനവർകൾ ഇങ്ങനെ ചൂടായതും.
എന്നിട്ട് പറ ഔലിയാക്കളൊക്കെ എതിർത്തു. നീ എവിടെ ഔലിയാക്കൾ എതിർത്തത്? ദീനിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകളാണ് ഔലിയാക്കള്. പച്ച നുണ പറയണം. എന്നിട്ട് ഇത് വായിച്ചു കാട്ടുന്നിട്ട് കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഈ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന്. കുടുംബത്തിൽപ്പെട്ട ആൾ ഇത് എന്തിനാ എഴുതിയെന്നറിയോ? മഹാനവർകള് ഇങ്ങനൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ പോലും അവിടുത്തെ ആദർശവും അവിടുന്ന് മുമ്പ് പറഞ്ഞു വെച്ചതൊന്നും കൈവിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞുകൊണ്ടല്ലേ എല്ലാം മനക്കരുത്തോടു കൂടി നേരിട്ട ആളായിരുന്നു എന്ന്. അതിനാണ് ഇത് പറഞ്ഞു വന്നത്. മലയാളത്തിലുള്ള ഒരു സ്മരണിക ഈ രീതിയിൽ വികൃതമാക്കി ദുർവ്യാഖ്യാനിക്കുന്ന ഈ കാട്ടുവളപ്പിൽ നൗഷാദ്, ഈ സ്മരണിക വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകൂലേ എന്താണ് ഇതിൽ എഴുതിയത് എന്നുള്ളത്. അതിനെ വരെ ദുർവ്യാഖ്യാനിക്കാണ്. ഇവര് എന്തോ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ കുരുത്തക്കേട് പറ്റിയതാണ്. വഫാത്താകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് മരിച്ചു കിട്ടാൻ കുറെ പ്രയാസപ്പെട്ട് ബെഡ്മേൽ ഇങ്ങനെ ചാടി കളിച്ചെനി എന്നൊക്കെയാണ് ഈ നൗഷാദ് പറഞ്ഞത്. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്. എത്ര കളവുകളാണ് ഈ പറയുന്നത്, എത്ര കബളിപ്പിക്കലാണ് ഈ നടത്തുന്നത്. മലയാളത്തിലുള്ള സ്മരണികയിൽ വരെ ഈ കോലത്തിൽ കബളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇമാമിങ്ങളുടെ കിതാബിൽ ഇവൻ എത്ര തട്ടിപ്പുകൾ നടത്തുന്നുണ്ടാകും, എത്ര ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ടാകും. ഇത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. പല പ്രാവശ്യം നമ്മൾ പിടികൂടിയിട്ടുണ്ടല്ലോ. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ ഒരു ചരിത്രം പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട ഒരു ഭാഗം കട്ടു വായിച്ചില്ലേ ഇവൻ എന്ന് പറഞ്ഞ ഔലിയാക്കൾക്കൊന്നും ശരീഅത്തനുസരിച്ച് ജീവിച്ചോളണമെന്നില്ല, അവരൊന്നും നിങ്ങൾ കാണുന്ന ശരീഅത്തനുസരിച്ച് ജീവിച്ചോളണമെന്നില്ല, അവർ ചിലപ്പോൾ റമദാന്റെ പകലിലൊക്കെ റൊട്ടി തിന്നും, അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നൗഷാദ് അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ചരിത്രം വായിച്ചു. റമദാനിന്റെ പകലിൽ മഹാനവർകൾ റൊട്ടി തിന്നു എന്നാണ് അതിൽ വായിച്ചത്. അപ്പോ ആ സംഭവത്തിൽ തന്നെ അത് കൃത്യമായി പറയണ്ടേ എന്തിനാ റൊട്ടി തിന്നത്. ഒരുപാട് ആളുകൾ മഹാനവർകൾ ബിസ്താമ് വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായിരുന്നു. പിന്നീട് അവിടുത്തെ ഉമ്മയെ കാണാൻ വേണ്ടി തിരിച്ചു വരികയാണ്. അപ്പൊ അവിടെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി. അബൂ യസീദ് അൽ ബിസ്താമിയെ പറ്റി അവർ കേട്ടിട്ടുണ്ട്, വലിയ മഹാനാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടി. അപ്പൊ മഹാനവർകൾ വിചാരിച്ച് ഇതിപ്പോ ഈ രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എന്റെ എല്ലാ വഴികളും അടഞ്ഞു പോകും, ഇവരൊക്കെ ഇങ്ങനെ ഒപ്പം കൂടിയാല് എനിക്ക് അള്ളാഹുവിലേക്ക് ഇബാദത്ത് കൂടാൻ കഴിയൂല എന്ന് മഹാനവറുകളെ മനസ്സിലാക്കിയിട്ട് റമദാന്റെ പകലിൽ റൊട്ടി തിന്ന് ഇത് തിന്നത് കാണുമ്പോഴെങ്കിലും ആളുകൾ ഒഴിഞ്ഞു പോയിക്കോളല്ലോ. ആ റൊട്ടി തിന്നപ്പോ മഹാനവറുകൾ എന്തുദ്ദേശിച്ചിട്ടുണ്ട്? അതുകൊണ്ട് മഹാനവറുകൾ ഉദ്ദേശിച്ചത് റുഖ്സ ഉദ്ദേശിച്ച് തിന്നതാ. അപ്പൊ അങ്കറൗൽ ഖൽഖു വതറഖു, ആളുകളൊക്കെ ഇൻകാർ ചെയ്ത് എന്താണ് ഇയാള് റമദാന്റെ പകലിൽ ഭക്ഷണം കഴിക്കണേ. അങ്ങനെ ആൾക്കാർ ഒഴിഞ്ഞു പോയി എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. ആളുകൾ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാണ് മഹാനവറുകൾ ആ റൊട്ടി തിന്നതും. എന്നിട്ട് ഇവിടെ നിന്ന് നൗഷാദ് ഖസദർ റുഖ്സത ബിദാലിക്കാന്ന് കട്ട് എന്നിട്ട് ചോദിക്കുക, ഇപ്പൊ കണ്ടില്ലേ അക്കല റഗീഫൻ ഫഅങ്കറഉൽ ഖൽഖു വതറഖുഹു എന്ന്. അതിന്റെ ഇടയിലുള്ള ഇബാറത്ത ഖസദർ റുഖ്സത ബിദാലിക്കാന്ന്. റമദാന്റെ പകലിൽ റൊട്ടി തിന്നു, അപ്പൊ നിങ്ങൾ ശരീഅത്തോടെ പോയി, മഹാനവറുകൾ ശരീഅത്ത് പാലിച്ചില്ല, റമദാന്റെ പകലിൽ വരെ റൊട്ടി തിന്നില്ലേ എന്ന്. ഇത് ചോദിച്ചപ്പോ നമ്മൾ കിതാബ് മറിച്ച് വായിച്ച് ഖസദർ റുഖ്സത ബിദാലിക അവിടെ ഉണ്ട്. മഹാനവറുകൾക്ക് അനുവദനീയമായ ഒരു റുഖ്സ പിടിച്ചുകൊണ്ടാണ് മഹാനവറുകൾ റമദാന്റെ പകലിൽ റൊട്ടി തിന്നത്. അത് ശരിക്കും അങ്ങനെ ആളുകൾ കാണാൻ തിന്നാൻ പാടില്ല. അങ്ങനെ വല്ല റുഖ്സ ഉണ്ടെങ്കിൽ അവരെ ആൾ കാണാതെ തിന്നാണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് ലക്ഷ്യം വെച്ചാ ഈ ആളുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകണം, എന്റെ ഇബാദത്തിന് തടസ്സമാകും, അതുകൊണ്ട് അവരെ കൊഴിഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ടാ തിന്നത്. പക്ഷെ നൗഷാദ് ഇതിനെ കോട്ടിമാറ്റി ഖസദർ റുഖ്സത കട്ടുവായിച്ചു. എന്നിട്ട് അബൂ യസീദ് അൽ ബിസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റമദാന്റെ പകൽ റൊട്ടി തിന്നില്ലേ, ഇപ്പൊ എന്തായി, മഹാനവറുകൾക്ക് നിങ്ങളെ ശരീഅത്തോടെ പോയി എന്നൊക്കെ ചോദിച്ചിനി പോ. അപ്പൊ നോക്കിയാൽ നിങ്ങള് ഇമാമിങ്ങളെ കിതാബിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം നടത്താണ്. അതുപോലെ അബുൽ ഖൈറു തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഒരു സംഭവം കിതാബിൽ നിന്ന് വായിക്കുമ്പം അവിടുന്ന് ഒരു ഇബാറത്ത് കട്ടുവായിച്ചു. അതും എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നത്? നിങ്ങളുടെ ശരീഅത്ത് അനുസരിച്ച് തന്നെ ഔലിയാക്കൾ നിസ്കരിച്ചോളണമെന്നില്ല. അവര് നിസ്കരിക്കുമ്പോ ചിലപ്പോ ഫാത്തിഹ ഓതൂല, നിസ്കരിക്കൽ തന്നെയല്ല, നിസ്കരിച്ചു നോക്കുമ്പോ ഫാത്തിഹ ഇല്ല എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അതിന്റെ ക്ലിപ്പ് നമ്മളുടെ കയ്യിലുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ സല്ലൽ മഗ്രിബ ഫലം യഖ്റഇൽ ഫാത്തിഹ, അങ്ങോട്ട് ഓതി. മഗ്രിബ് നിസ്കരിച്ചു ഫലം യഖ്റഇൽ ഫാത്തിഹ, മഹാനവർകൾ ഫാത്തിഹ തന്നെ ഓതിയില്ല. ഇത് നോക്കുമ്പോ എന്നിട്ട് ചോദിക്കുക, ഇപ്പൊ എങ്ങനെയുണ്ട്, ഫാത്തിഹ ഓതാതെ നിസ്കരിച്ചില്ലേ, അപ്പൊ നിങ്ങൾ ശരീഅത്തോടെ പോയി. എന്താ കിതാബിലുള്ളത്? ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, മുസ്തവിയായ നിലക്ക് ഫാത്തിഹ ഓതിയില്ലാന്നാ. മുസ്തവിയൻ എന്നുള്ളതാണ് കട്ടു. അതെന്താ മഹാനവർകൾ മുസ്തവിയായ നിലക്ക് ഫാത്തിഹ ഓതാതിരുന്നത്? ഫാത്തിഹ ഓതിയിട്ടുണ്ട്, പക്ഷെ അത് മുസ്തവിയായില്ല. എന്തുകൊണ്ട് മുസ്തവിയായില്ല? അത് മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾക്ക് നാവിനൊരു വിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മഹാനവറുകൾക്ക് ഓതാൻ പറ്റുള്ളൂ, കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫലം യഖ്റഇൽ ഫാത്തിഹത മുസ്തവിയൻ, സാധാരണ നമ്മൾ ഓതുന്ന രീതിയിൽ മഹാനവറുകൾക്ക് ഓതാൻ പറ്റില്ല എന്നാണ് അതിലുള്ളത്. എന്ന് കരുതി മഹാനവറുകളുടെ നിസ്കാരം ബാത്തിലാണോ? അല്ല, അതും മഹാന്മാരായ ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മൂപ്പർക്ക് ഓതാൻ കഴിയുള്ളെങ്കിൽ അങ്ങനെ ഓതിയാൽ മതി. ആ രീതിയിൽ ഓതിയിട്ട് നിസ്കരിച്ച സംസ്കാരം ശരി തന്നെയാണ്. അതും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ബുസ്താനുൽ ആരിഫീനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഈ മഹാനവറുകളുടെ ചരിത്രം ഉദ്ധരിച്ച്
അതിന്റെ താഴെ തന്നെയാണ് ഇതും പറഞ്ഞത്. എന്നിട്ട് അതൊക്കെ കട്ട് വായിച്ചിട്ട് ഫലം യഖ്റഇൽ ഫാത്തിഹ തന്നെ ഓതിയില്ലാന്നും പറഞ്ഞിട്ട് മുസ്തവിയൻ എന്നുള്ള കട്ട്. ഈ രീതിയിൽ ഇമാമിങ്ങളുടെ കിതാബിൽ എത്ര ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെ മലയാളത്തിലുള്ള ഒരു സ്മരണികയിൽ വരെ ദുർവ്യാഖ്യാനം നടത്തി മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളെ പൊട്ടന്മാരാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം പുറത്തുണ്ട് എന്നുള്ളത് കാട്ടുവളപ്പിൽ നൗഷാദെ മനസ്സിലാക്കണേ നല്ലതാ. ഈ മലയാളം വായിക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും. അത് വായിച്ചാൽ തന്നെ അതിന് കൃത്യമായി മനസ്സിലാകും എന്തിനാണ് ആ സ്മരണികയിലായി കൊണ്ടുവന്നത് എന്ന്. നീ ഉദ്ദേശിച്ച ഒരു കാര്യം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അറബിയിലുള്ളതൊക്കെ കട്ട് വായിച്ചാണ്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചോളണമെന്നില്ല. അതേസമയത്ത് മലയാളത്തിലുള്ളതൊക്കെ ഈ രീതിയിൽ പച്ചയായി വ്യഭിചരിക്കുമ്പോൾ ഇതൊക്കെ പുറത്ത് കേൾക്കുന്ന ആളുകളുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി കൂടാൻ കഴിയും. എന്നിട്ട് കളവുകള് നിർത്താതെ കളവ് പറയും ഇതിന്റെ പേരില്ലേ. ഞാൻ ഇപ്പൊ കാണിച്ചാൽ നിങ്ങൾക്ക് ഇവന്റെ ഒരു കളവും കൂടി. നേരത്തെ ബഹുമാനപ്പെട്ട വാസിയ ബാക്കവി ഉസ്താദ് അവിടുത്തെ ഉപ്പയുടെ നിലപാടായിട്ട് ഒരു സംഭവം വിശദീകരിച്ചിരുന്നു. അഥവാ അബ്ദുള്ള മുസ്ലിയാരുടെ അടുക്കല് ഒരു ആള് വന്നു, അയാളുടെ കൂടെ കുറെ മൂല്യന്മാരുണ്ട്. അപ്പൊ അദ്ദേഹം പലപ്പോഴും കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർക്ക് ഹദിയ കൊണ്ടുപോയി കൊടുക്കുന്ന ആളായിരുന്നു, ക്യാഷൊക്കെ ഇടക്കിടക്ക് കൊടുക്കുന്ന ആളായിരുന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഔലിയാക്കന്മാർക്ക് അവരുടെ ദറജൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുള്ള മുസ്ലിയാർ അവിടെ ഇടപെട്ടു. മഹാനവറുകൾ ചോദിച്ചു അങ്ങനെ എവിടെ ഉള്ളത് ചോദിച്ചു. അപ്പൊ ഈ വന്ന ആള് പറഞ്ഞ് അത് അതിക്കയിലുണ്ട് പറഞ്ഞു. അപ്പൊ അബ്ദുള്ള ഉസ്താദ് പറഞ്ഞ് ഇവിടെ ഉണ്ട് അതിക്ക് നമ്മൾ നോക്കാന്നാല്. അപ്പൊ ആ വന്ന ആള് പറഞ്ഞ് അത് അതിക്കേന്റെ ആശയിലാണ് പറഞ്ഞു. ആ അതിക്കേന്റെ എല്ലാ ആശയം പറഞ്ഞിട്ട് നമ്മൾ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ഇങ്ങനെ കടന്ന് പരുങ്ങ. ആ ഒരു വിഷയം മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞിനി. അപ്പൊ നൗഷാദ് അവിടെ ചെറിയൊരു തരികട നടത്താൻ ശ്രമിച്ചു. എന്ത് ഇവരുടെ നിലപാടായിട്ട് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത് തക്ലീഫുണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ, എന്നാൽ നിസ്കരിക്കുന്നത് കാണണം, നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന നിലപാടാണ് അബ്ദുള്ള മുസ്ലിയാർക്കുള്ളത്. ആ നിലപാടാണ് വാസി ബാക്കവി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞത് എന്ന് കാട്ടുവളപ്പിൽ നൗഷാദ് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ അത് രണ്ടും പ്ലേ ചെയ്യിപ്പിച്ചു. വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞതും നൗഷാദ് കോട്ടിമാറ്റി കബളിപ്പിക്കാൻ ശ്രമിച്ചതും നമ്മൾ കാണിച്ചു. അപ്പൊ ഇനി നൗഷാദിന് എന്ത് വേണം? തെളിവാണല്ലോ. എന്തിന്? തക്ലീഫുണ്ടോ പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാൽ നിസ്കരിക്കുന്നത് കാണണം എന്നതിന് തെളിവാണല്ലോ. അത് കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് പറഞ്ഞണേ എന്നുള്ളതിന് തെളിവാണല്ലോ. അതിന് ഒരാളെ വല്ല ചട്ടം കൂട്ടി ഒപ്പിച്ചുണ്ടാക്കി കൊണ്ടു നിൽക്കാണ്. ആരാണ് അത്? ഇവരെ സ്റ്റേജിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മഹലരി ഉണ്ടല്ലോ. ആ മഹലരിനെ അയാളെ വയസ്സെന്തൊക്കെ എടുത്ത് കണക്കൂട്ടിയാണ്ടേ. അപ്പൊ ഈ കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് വഫാത്തായിട്ട് 25 വയസ്സായല്ലോ. അപ്പൊ അന്നിപ്പോ ഈ മഹലരി എന്താ മഹലരി എന്തോന്നാണ് ഈ മഹലരി ഏകദേശം ഖത്തറിനൊക്കെ കേൾക്കാറ് ഓതുന്ന കാലം. എന്നിട്ട് ആ ഖത്തറിനത് ഓതുന്ന കാലത്ത് ഈ മഹലരി കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദിന്റെ അടുത്ത് പോയപ്പം അവിടുന്ന് പറഞ്ഞല്ലോ കുറ്റിപ്പുറം അബ്ദുള്ള ഉസ്താദ് ആരെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ വിലായത്ത് പേച്ചിട്ടുണ്ട്. അതുപോലെ നിസ്കരിക്കുന്നത് കാണണം, കാണുക തന്നെ വേണം എന്നൊക്കെ കുറ്റിപ്പുറം അബ്ദുള്ള ഈ മഹലരിനോട് പറഞ്ഞു കൊടുത്താലോ. എപ്പം ഖത്തറിനത് ഓതുന്ന കാലത്ത് അബ്ദുള്ള ഈ മഹലരി കാണാൻ പോയാലോ അപ്പം പറഞ്ഞു കൊടുത്താണല്ലോ. അതൊക്കെ പച്ചക്കളവ് ഒരാളെ കെട്ടി ആണ് നൂലുമേ കെട്ടി ഇറക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ല നിങ്ങള്. ആ ഒരു ഇറക്കൽ അവിടെ ഉണ്ടാക്കണേ. ഒന്ന് കേട്ടു വെക്കിങ്ങള്. ഞാൻ വെറുതെ അറിയില്ല. മടവൂർ ശൈഖുനെ കുറിച്ച് വിലായത്ത് പഠിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞ ആളുകളിൽ ഒരാളാണ് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന മഹ്ദരി ഉസ്താദ്. നിങ്ങൾ മനസ്സിലായോ? ചെറുപ്പത്തിൽ ഖത്തറിനത് ഓതുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ നരിക്കുനിയാണ് നാട് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചത് മടവൂർ ശൈഖുനെ കുറിച്ചായിരുന്നു. എന്നിട്ട് തുടർന്ന് പറഞ്ഞതാണ് മടവൂരിന്റെ വിലായത്ത് പയച്ചുപോയി എന്നതും നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം, ഉണ്ടായാ പോരാ തക്ലീഫ് ഉണ്ടെങ്കിൽ എന്നൊക്കെ ആ ചെറുപ്പകാലത്ത് മഹ്ദരി ഉസ്താദ് 100% വിശ്വസിക്കാൻ പറ്റിയ തെളിവല്ല ഇപ്പൊ കൊണ്ടത്. ഇതേ വിഷയം ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞപ്പം അതിപ്പോ ബാപ്പാനെ പറ്റി മക്കൾ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ, ബാപ്പാനെ സാക്ഷിക്ക് വരെ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് വാസി ബാക്കവി ഉസ്താദ് അവിടുത്തെ ഉപ്പയിൽ നിന്ന് കേട്ട സംഭവമാണ് ഈ പറഞ്ഞത്. ഈ സംഭവം ബാപ്പയിൽ നിന്ന് കേട്ടതാണ് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് അത് തള്ളിക്കളഞ്ഞ ആളെ തെളിവ് കൊണ്ടുവന്നത് നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്ന് അബ്ദുള്ള ഉസ്താദ് പറഞ്ഞത് തെളിവായിട്ട് കൊണ്ടുവരുന്ന ആരെ? എപ്പോഴും ഇയാളെ കൂടെ സ്റ്റേജ് മേല് ഒരാളെ തേക്കാൻ വേണ്ടിയിട്ട് വന്ന് തിരക്കണ ഈ മഹലരി. ആ മഹലരി ആണല്ലോ തെളിവ്. ആ മഹലരിനോടാണല്ലോ അബ്ദുള്ള ഉസ്താദ് ഈ പറഞ്ഞത്. അതും എന്നാ പറഞ്ഞത്? അതാണ് അതിന്റെ പോയിന്റ്. ഖത്തറിന് തോന്നുന്ന സമയത്ത് ചെറുപ്പകാലത്ത് ഇപ്പൊ ഈ അടുത്ത് പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ ചങ്ങായിക്ക് മഹലരിക്ക് എത്ര വയസ്സുണ്ട് അയാൾക്കനുസരിച്ച് കണക്കൊക്കെ കൂട്ടി ആ ഖത്തറിന് തോന്നുന്ന ടൈമിൽ ഇക്കാലം ഏകദേശം എന്നുള്ളതൊക്കെ കണ്ടെത്തിയിട്ട് അത് കാച്ചണോണ പച്ച കളവ് പറഞ്ഞ് ഇമാമികളുടെ കിതാബിൽ തിരിമറി നടത്തുന്ന ഇവനുണ്ടോ? സാക്ഷികളും തെളിവും നൂലുമ കെട്ടി ഇറക്കാൻ വലിയ പേടി ഈ കോലത്തിലാണ്. ഒരാൾ വന്നുകൊണ്ട് പറയണത് ഔലിയാക്കന്മാർ വലിയ വലിയ മർത്തബയിലെത്തിയാൽ അയാൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ അബ്ദുള്ള മുസ്ലിയാരെ അടുത്ത് പോയ ആൾക്കാർ നമ്മൾ നേരെ അവരോട് ചോദിച്ചപ്പോൾ അവർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞ ആ സംഭവത്തിന് കേട്ടോ
കാട്ടുവളപ്പിൽ നൗഷാദ് പറഞ്ഞത്? അത് വാസി ബാക്കവി ഉസ്താദ് മാറ്റം വരുത്തിയതാണെന്ന്. ഏത് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞ നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കി, എന്നിട്ട് പിന്നെ പറയാം. ഒരു ദിവസം ഒരാൾ വീട്ടിൽ വന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ഏകദേശം കേരളത്തിൻ്റെ ബോർഡറിൽ താമസിക്കുന്ന ഒരാളാണ്. വലിയ മനുഷ്യനാണ്, പാപ്പാനെ നക്ഷത്ര തുല്യ പണ്ഡിതൻ എന്നൊക്കെ പറയുന്ന ആളാണ്. അയാൾ വന്നു. അയാൾ കൂടെ കുറേ ആളുകളുമുണ്ട്, തുല്യമാരായ ആൾക്കാരുണ്ട്. പാപ്പാക്ക് പലപ്പോഴും പൈസ കൊടുത്തേക്കുകയും ഹദിയ കൊടുത്തേക്കുകയും ചെയ്യുന്ന ആളാണ്. അയാൾ പാപ്പി കൂടി സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കന്മാർ കുറേ ഉണ്ട്, മർത്തബക്കണി ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കരിക്കണ്ട. അപ്പോൾ ചോദിച്ചു, അങ്ങനെ ഉണ്ടോ? ചോദിച്ചു. അങ്ങനെ ഉണ്ട്. അതെവിടെയുള്ളത്? അതിക്കലുണ്ട്. അത് ഇവിടെ ഉണ്ട്, നിങ്ങൾ കാണിച്ചു ചോദിച്ചു. അല്ല അതിക്കലല്ല, എൻ്റെ ഹാശിയിലുള്ളത്. അല്ല ഹാശിയുണ്ട്, നിങ്ങൾ കാണിച്ചു ചോദിച്ചു. മൂപ്പര് കിടന്ന് പറഞ്ഞിട്ട് പാപ്പാനെ നിജമാണെന്നും വലിയ ആളാണെന്നും ഹദിയൊക്കെ കൊടുക്കുന്ന വലിയ ആളാണ് അദ്ദേഹം. ഇതാണ് ബഹുമാനപ്പെട്ട വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞത്. അഥവാ ആ വന്ന ആള് സംസാരിക്കുന്നതിനിടയിൽ ഔലിയാക്കളുടെ മർത്തബ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അബ്ദുള്ള മുസ്ലിയാർ അതിൽ ഇടപെടുന്നത്. അത് എവിടെയുള്ളതെന്നൊക്കെ ചോദിക്കണത്. എന്നിട്ട് നൗഷാദ് ഈ ക്ലിപ്പ് ഇടുന്നതിന്റെ മുമ്പ് അവന്റെ ഒരു വിശദീകരണം ഉണ്ട്. ഓം വിചാരിച്ച മാതിരി കൊണ്ടുവരണല്ലോ. അപ്പൊ ഇനി ഓം വിശദീകരിച്ചത് എന്താ? ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് വാസി ബാക്കവി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നത്? തെക്ലീഫ് ഉണ്ടോ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉണ്ടോ എന്നാ നിസ്കരിക്കുന്നത് കാണണം, നിസ്കരിക്കുന്നത് കാണുക തന്നെ വേണം എന്നാണ് അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാടായിട്ട് ഇപ്പം കൊണ്ടുവന്നത്. ഇപ്പൊ ഒപ്പിച്ചുണ്ടാക്കിയ നിലപാടാണത്. അതാണ് വാസി ബാക്കവി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞതെന്നും ഇവൻ ഒപ്പിച്ചു കൊണ്ടുവന്നതാണ്. ആ പ്രസംഗത്തിൽ വാപ്പന്റെ നിലപാട് പറയുന്നുണ്ട്. അവിടെ പേരുങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മരിച്ചതും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ബാപ്പയായി നിങ്ങൾ പറഞ്ഞ അബ്ദുള്ള മുസ്ലിയാരെ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് ആ നിലപാട്? തെക്ലീഫ് ഉണ്ടോ, പ്രായപൂർത്തിയും ബുദ്ധിയുണ്ടോ, നിസ്കാരം കാണണം എന്നാണ്. നിസ്കാരം കാണുന്നെ വേണം പറഞ്ഞാണ്ട് ഇപ്പം കെട്ടിണ്ടാക്കി കൊണ്ടുവന്ന നിലപാടുണ്ട്. ആ നിലപാട് ആദ്യം പറഞ്ഞിക്കണ് പോം. എന്നിട്ടാണ് പിന്നെ വാസി ബാക്കവി ഉസ്താദിന്റെ ആ പ്രസംഗം ഇട്ടുന്നത്. അപ്പം ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നൗഷാദ് പറഞ്ഞ മാതിരി ആര് പറഞ്ഞിട്ടില്ലല്ലോ? വാസി ബാക്കവി ഉസ്താദും പറഞ്ഞിട്ടില്ല, അബ്ദുള്ള മുസ്ലിയാരും പറഞ്ഞിട്ടില്ല. പിന്നെ അവരെ നിലപാട് പറഞ്ഞ് നിസ്കരിക്കേണ്ടതില്ല എന്ന് യോടിയില്ല, നിസ്കരിക്കാൻ തന്നെ വേണം. തെക്ലീഫ് ഉണ്ടോ, നിസ്കരിക്കാൻ നിർബന്ധ. അവിടെ അതിന് യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതാണ് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞത്. അതാണ് വാസി ബാക്കവി ഉസ്താദ് പറഞ്ഞതും. അപ്പൊ പിന്നെ ഇപ്പൊ ആദ്യം കെട്ടിണ്ടാക്കി വെച്ച ഒരു ഉസൂലുണ്ടല്ലോ, നിസ്കരിക്കുന്നത് കാണണം എന്നാണ് അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാട് എന്നിപ്പോ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെന്ത് ചെയ്യണം? ഇവൻ അയിമക്ക് കൊണ്ട് മുട്ടിച്ചണം വാസി ബാക്കവി ഉസ്താദിന്റെ ആ ക്ലിപ്പിനെ, പ്രസംഗത്തിന്. അപ്പൊ ഇപ്പം പറയണേ അതിൽ വാസി ബാക്കവി ഉസ്താദ് ഒരു തരികട നടത്തിയാണ്, ഒരു മാറ്റം വരുത്തിക്കണെന്ന്. എന്നിട്ട് അതിനിപ്പോ തെളിവുണ്ടെന്നാ അപ്പൊ മലരിനെ കാണണം എന്ന് ആരോട് തന്നെ പറഞ്ഞിക്കണേ? ഇതാ ഈ സ്റ്റേജ് മേരിക്കണം മലറിനോട് തന്നെ പറഞ്ഞിക്കണെന്ന്. ഇപ്പൊ എന്തിനാണോ മലറിനെ കൊടുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ ചെറിയൊരു തരികട നടത്തിനി. അപ്പൊ അതിനൊന്ന് ഒപ്പിച്ചാൻ വേണ്ടിയിട്ടാണ് ആ തെളിവുണ്ടെന്ന് മലരിനെ കൊണ്ടുവന്നത്. പച്ച കളവുകളല്ലേ ഈ പറഞ്ഞിട്ടണൊക്കെ. എന്താണ് ഇപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയാം?